നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. മേഖലയിൽ ലോക വനിതാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ചാലക്കുടി മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ചലച്ചിത്രതാരം ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. ദേശീയപാത 17 കയ്പമംഗലത്ത് വാഹനാപകടം, 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. മേഖലയിൽ ലോക വനിതാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപ്പനിയിൽ അവകാശ പ്രഖ്യാപന റാലി നടത്തി. മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TC ഭാനുമതി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഏരിയ വൈസ് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായിരുന്നു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, KR സീത, ശാന്ത രാമൻ, മഞ്ജുള അരുണൻ, KB സുധ, ലീന രാമനാഥൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ടെലിവിഷൻ അവതാരകയും നർത്തകിയുമായ രൂപ ജോർജ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് ഡയറക്ടർ ഫാദർ നിക്സൺ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്നസെന്റ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ R സുലോചന വായ്പാ വിതരണവും വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ PC ശാന്ത സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. എപ്പോൾ പോകാം എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയുമ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ വിചാരിച്ചു കസേര പിടിപ്പിച്ച് അത് മുഴുവൻ വണ്ടിയിൽ കയറ്റിയിട്ട് തന്നെ പറഞ്ഞായിക്കോളൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ഞാൻ ഇലക്ഷന് നിന്നുപോയി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ നേരമ്പോക്കിന് വേണ്ടി പറഞ്ഞതാണ്. ഇന്ന് നമ്മുടെയൊക്കെ പഴയ തലമുറ അവരൊക്കെ വീട്ടിൽ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ അന്നൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം. കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ തോന്നി, തലപ്പായിൽ നിന്നും തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ, കുളവാഴ ഇങ്ങനെയുള്ള അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള വേസ്റ്റിടുന്നൊരു പാത്രം അച്ഛൻ എന്നെ കാണിച്ചു തന്നു. പേന വയ്ക്കുന്ന ഒരു ചെറിയ പീഠം എന്നെ കാണിച്ചു തന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കരവിരുതുള്ള. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളും നിയമങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് എല്ലാ രംഗത്തും അവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. ശരിക്കും നമുക്കറിയാം, ഈ കുടുംബശ്രീ പ്രസ്ഥാനം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, ലോകത്തുണ്ടായിട്ടുണ്ട്. അതുതന്നെ നമുക്ക് ഇനിയും പക്ഷെ ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ പൊതുവേദികളിലായാലും കുടുംബങ്ങളിലായാലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വളരെ അത്യാവശ്യമായിട്ട് ഊർജിതപ്പെടുത്തേണ്ട ഇനിയും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ക്ലാസ്സുകൾ വയ്ക്കുകയും അവർക്കൊരു അവബോധം നൽകുന്നതിന് വേണ്ടി തയ്യാറായ നമ്മുടെ ഈ ദിനത്തിൽ തന്നെ, പ്രത്യേകിച്ച് വനിതാ ദിനമായ ഈ മാർച്ച് 8 തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് നടത്തുകയും ചെയ്ത ഈ കുടുംബശ്രീയെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുപോലെ നമുക്ക് രാഷ്ട്രീയ മേഖലയിലായാലും സാമ്പത്തികമായ സമൂഹത്തിൽ നമ്മുടെ വനിതകളെ പിടിച്ചുയർത്തേണ്ടതുണ്ട്, മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് CDS ചെയർപേഴ്സൺ LC വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VC ഉണ്ണികൃഷ്ണൻ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ ജോഷി, ശോഭന സുധാകരൻ, ബീന വിക്രമൻ എന്നിവർ സംസാരിച്ചു. ലോക വനിതാ ദിനത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാറിൽ ബാറിന് മുന്നിൽ പ്രതിഷേധ വലയം തീർത്തു. 100ഓളം വനിതകൾ ബാറിന് മുന്നിൽ കയർ കെട്ടിയാണ് പ്രതിഷേധ വലയം തീർത്തത്. മദ്യപിക്കാനെത്തുന്നവർക്ക് പ്രതിഷേധക്കാർ നാരങ്ങ വെള്ളം നൽകി ബോധവൽക്കരണം നൽകി. വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് AG ഷൺമുഖൻ വൈദ്യർ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ്
പ്രേമാജി പിഷാരടി മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഫരീദ അൻസാരി, KK അജിത, റംലത്ത് റഹ്മാൻ, സുലേഖ അസീസ് എന്നിവർ സംസാരിച്ചു. സർക്കാരിന് സാമ്പത്തിക സ്രോതസ്സായി നിലകൊള്ളുന്ന ഈ മദ്യശാലകള്, മദ്യലോബികള് ഈ നാടിന്റെ പുരോഗമനത്തെ അധപ്പതിപ്പിക്കുകയും നമ്മുടെ യുവ സഹോദരങ്ങളെ വഴിതെറ്റിപ്പിക്കുകയും ചെയ്യുകയാണ്. മദ്യം എല്ലാ ഇമ്മങ്ങളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണെന്നുള്ള കാര്യം ബഹുമാന്യരായ നമ്മുടെ ഈ സർക്കാർ നിയന്ത്രിക്കുന്നവർക്കെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ചാലക്കുടി മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ചലച്ചിത്ര താരം ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. ചിരിച്ചും ചിരിപ്പിച്ചുമാണ് ഇന്നസെന്റ് കളത്തിലിറങ്ങിയത്. കൊടുങ്ങല്ലൂരിലെത്തിയ അദ്ദേഹം ചേരമാൻ ജുമാ മസ്ജിദും കോട്ടപ്പുറം ബിഷപ്പ് ഹൌസും സന്ദർശിച്ചു. ചേരമാൻ ജുമാ മസ്ജിദ് എത്തിയ ഇന്നസെന്റിനെ മഹല്ല് ഭാരവാഹികൾ സ്വീകരിച്ചു. പള്ളി സന്ദർശിച്ച LDF സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറയാതെയാണ് മടങ്ങിയത്. സ്ഥാനാർത്ഥിയായതുകൊണ്ട് ചേരമാൻ പള്ളി കാണാനായി എന്ന ആത്മകഥം കൂടെയുള്ളവർക്ക് ചിരിക്കുള്ള വകയായി. സംവിധായകൻ കമലിനെ കൂടെ കൂട്ടിയത് അടുത്ത പടത്തിൽ തന്നെ പരിഗണിക്കാൻ വേണ്ടിയാണെന്ന് ഇന്നസെന്റ് പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ഇങ്ങനെ വന്നതിന്റെ പ്രധാന കഴിഞ്ഞ പടത്തിലൊന്നും ഞാൻ ഉണ്ടായില്ലേ. വോട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് ജയസാധ്യത? എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ജയസാധ്യത? ഇപ്പൊ ആരോട് ചോദിക്കുമ്പോഴും 10 വോട്ട് കിട്ടുന്ന ആളോട് ചോദിച്ചാൽ അയാൾ പറയില്ലേ ഞാൻ ഭയങ്കരമായിട്ട് ജയിക്കുന്നു. അപ്പൊ എന്നോട് അങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം അതല്ല, സ്ഥാനാർത്ഥി പറയുമ്പോൾ അതിന്റെ വിലയുണ്ട്. അല്ല, നമുക്ക് ഒരുപാട് ബന്ധങ്ങളും ആളുകളും മറ്റും പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആ നിലയ്ക്ക്. എന്തുകൊണ്ടായിരിക്കാം CPM താങ്കളെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത്? CPM ആയിട്ടുള്ള ഒരു ബന്ധം എന്നുള്ളത് എൻ്റെ പപ്പനൊക്കെ CPM കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, മരണം വരെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ എഴുതിയ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഈ സീറ്റിന് ഞാൻ യോജിച്ച ആളാന്ന് തോന്നിയിട്ടുണ്ടാവാം. നമ്മൾ അങ്ങനെ ഒരു അധികാരത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരാളല്ല. പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ ഇന്നസെന്റിനെ പള്ളി സന്ദർശിക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ സംഘം വളഞ്ഞു. കൂടെ നിന്ന് ഫോട്ടോയെടുത്തും തമാശ പറഞ്ഞും ഇന്നച്ചൻ പിള്ളേരെ കയ്യിലെടുത്തു. CPM മേത്തല ലോക്കൽ സെക്രട്ടറി KS കൈസാബ്, CPI ലോക്കൽ സെക്രട്ടറി CM ഷീജൻ, നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് CP രമേശൻ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് BN നവാസ് എന്നിവരും ഇന്നസെന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. വിയറ്റ്നാം കോളനിയിലെ പള്ളിയുടെ പുറത്തിട്ട് പള്ളി വേറെ ഇതൊക്കെ നമ്മുടെ പള്ളിയിലെ ഇവിടെ കയറി അതുപോലെ ഒരു സംഭവം നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു. അല്ല, ഇതിന്റെ പ്രധാന സംഭവം നടക്കുന്ന ആൾക്കാരുടെ സൈഡിലായിട്ട് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമെന്ന് സംവിധായകൻ കമൽ. തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലെന്ന് പറഞ്ഞ കമൽ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നസെന്റിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന കമൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപന് വേണ്ടി വോട്ട് തേടിയിരുന്നു. എന്നെ അവര് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞ് ഇന്നസെന്റ് എന്റെ വീട്ടിൽ വന്നു. ചേർമാൻ പള്ളിയിൽ പോകണം, ബിഷപ്പിന്റെ വീട്ടിൽ പോകണം, ബിഷപ്പ് ഹൗസിൽ പോകണം പറഞ്ഞു. എന്തായാലും അതിലെ രാഷ്ട്രീയം ഇന്നസെന്റ് ഏട്ടൻ നമ്മുടെ സഹപ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എന്തായാലും നാളത്തെ മാധ്യമങ്ങളിൽ ഇന്നത്തെ ചാനലുകളൊക്കെ ഇന്നസെന്റിനോടൊപ്പം സംവിധായകൻ കമൽ കൂടി വന്നിരുന്നു എന്ന് പറയും. സ്വാഭാവികമായിട്ട് അതിലൊരു രാഷ്ട്രീയം വിരോധമില്ല. സഹകരിക്കുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അതൊക്കെ. ഇന്നസെന്റ് ഏട്ടൻ ഞങ്ങളുടെ സഹപ്രവർത്തനായതുകൊണ്ട് തന്നെ ഞാൻ മാത്രമല്ല, എനിക്ക് ചലച്ചിത്ര രംഗത്തുള്ള പലരും ഇന്നസെന്റ് ഏട്ടന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഇന്നസെന്റ് താങ്കളുടെ സഹായം തേടിയാൽ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു ബന്ധമല്ലേ, സിനിമാ രാഷ്ട്രീയം ഉണ്ട് അതിന്റെ അകത്ത്. കോട്ടപ്പുറം ബിഷപ്പ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കി ഇന്നസെന്റിന്റെ രഹസ്യ ചർച്ച. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നോടിയായി ബിഷപ്പ് ഹൌസിലെത്തിയ ഇന്നസെന്റ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയുമായി 15 മിനിറ്റോളം സമയം ചർച്ച നടത്തി. ഇന്നസെന്റിനെ അനുഗമിച്ച മാധ്യമപ്രവർത്തകരെ ബിഷപ്പ് ഹൌസിന്റെ വാതിൽക്കൽ വെച്ച് രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ഷൈജൻ കളത്തിൽ തടയുകയായിരുന്നു. ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് മാധ്യമപ്രവർത്തകരെ തടയുന്നതെന്നും ബിഷപ്പ് ഹൌസ് പ്രതിനിധി പറഞ്ഞു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൂത്ത് കൺവീനർമാരുടെ യോഗം നടത്തി. എസ്എൻപുരം പോള ഹാളിൽ നടന്ന യോഗം CPI ജില്ലാ സെക്രട്ടറി CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള പ്രാദേശിക ബൂർഷ്വ ജനാധിപത്യ മതേതര പാർട്ടികൾ, ആ പാർട്ടികളെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലാണ് ഞാൻ ഈ പറഞ്ഞത്. അവർ പ്രാദേശിക പാർട്ടികളാണ്, മതേതര പാർട്ടികളാണ്, ജനാധിപത്യ പാർട്ടികളാണ്, ബൂർഷ്വ പാർട്ടികളാണ്. ഈ പാർട്ടികളിൽ എല്ലാ പാർട്ടികൾക്കും ഒരൊറ്റ മുദ്രാവാക്യമേ ഉള്ളൂ: അധികാരത്തിൽ പങ്കാളിത്തം വേണം. അത്രയേ ഉള്ളൂ. അവരുടെ സാമ്പത്തിക നയത്തിൽ എല്ലാവരും എതിരാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ എതിർക്കുക, വേണമെങ്കിൽ അനുകൂലിക്കുക, അത്രയുള്ള അവരുടെ. ഈ സാമ്പത്തിക നയത്തിനെ അനുകൂലിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായി അധികാരത്തിലിരിക്കുന്നവരാണ് മുലായം സിംഗിന്റെ പാർട്ടി. CPI മണ്ഡലം സെക്രട്ടറി EK സിദ്ധാർത്ഥൻ, ET ടൈസൺ, TP രഘുനാഥ് എന്നിവർ സംസാരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിൽ വൃദ്ധജന പരിപാലനം ഉണർവ് പദ്ധതിയുടെ ഭാഗമായി താരും തളിരും എന്ന പേരിൽ ബാലവയോജനങ്ങളുടെ സർഗാത്മക കൂട്ടായ്മ സംഘടിപ്പിച്ചു. PK വിശ്വൻ, ശങ്കരൻ മാസ്റ്റർ, ശ്രീധരൻ മാസ്റ്റർ, ചന്ദ്രഹാസൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. പാപ്പിനിവട്ടം GLP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.